അളിയാ അളിയാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ എന്ത് തേങ്ങയൊക്കെയാണ് നടക്കുന്നത്? അല്ല, ഇന്നലെ വരെ ഹിറ്റ്ലറിനെ പോലെ പെരുമാറിയ ആള് ഇന്ന് പെട്ടെന്ന് മഹാത്മാവായത് കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവണില്ല. ഞാനും അത് തന്നെയാണ് ആലോചിക്കണത്. എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല. വിശക്കുകയും ചെയ്യണ്, പ്രതിജ്ഞയാണെങ്കിൽ എടുത്തും പോയി. തേങ്ങ അല്ല അളയെന്തളിയാ വർക്കൗട്ട് ഒന്നും ചെയ്യണില്ലേ? ജിമ്മ് എടാ അളിയേ, ജിമ്മേ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഭയങ്കര തിരക്കും റഷും ന്യൂ അഡ്മിഷൻ ഒക്കെ കാണും. അതുകൊണ്ട് ഞാൻ ഓർത്തു 2-ാം തീയതി പോവായിരുന്നു. 2 അല്ല 1 പഴച്ച 3 അപ്പൊ 3-ാം തീയതി പോവാ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നടന്നല്ലേ എന്നെ. ഇവളത് എവിടെ പോയി കിടക്കണം? വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ. ചേച്ചി വരുമ്പോളേ ചേച്ചി മാക്സിമം ചൊറഞ്ഞാ മതി. ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നോളൂ. എന്താ ഷുവർ? ആളെ ഇതിനായിട്ട് മനസ്സിലായില്ലേ അത്? എടാ ശിവാനി ഇത് എവിടെ പോയതാ? വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ. അവളെ ഫ്രണ്ടിന്റെ വീട് വരെ പോയത്. ന്യൂ ഇയർ അല്ലേ? അല്ല നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? ഞങ്ങൾ അകത്ത് വന്നിരുന്ന ചില ആൾക്കാരുടെ ഷോ കാണേണ്ട വരുമല്ലോ, അത് കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ. ഷോയാ? ആദ്യ ഷോയാടാ? ആരുടെ ആയിരിക്കും? കേശുടാ, ഞാനേ നമ്മള് മട്ടൻ മേടിക്കുന്ന ആ കടയുണ്ടല്ലോ, ആ കടയിൽ വിളിച്ചു പറഞ്ഞ് കുറച്ച് മട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്തോണ്ട്. അതിപ്പോ എത്ര കിലോ ബട്ടർ പറഞ്ഞേ? അധികമൊന്നുമില്ല, 2 കിലോ ഉള്ളൂ. പെട്ടെന്ന് മേടിച്ചോണ്ട് വന്നാൽ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. ചേച്ചിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കാൻ പോകണോ? അപ്പൊ പിന്നെ ആ കാശ് പോയളിയാ. അല്ല ഇനിയിപ്പോ ഞാൻ വെച്ചുണ്ടാക്കിയത് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആന്റീനെ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാലോ. അത് തന്നെ നല്ലത്. ചേച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കനകാന്റി ഉണ്ടാക്കണത് തന്നെ നല്ലത്. അതുപോലെ തന്നെ പിന്നെ കേശുവേ, നമ്മുടെ മറ്റേ തയ്യൽ കടയിലെ ചേച്ചിയില്ലേ, ആ ചേച്ചി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞടാ. കൊറേ തയ്യക്കട ഉണ്ടല്ലോ. എന്നാ തേതി ചേച്ചി? എടാ ഉഷ ചേച്ചിയടാ. ഉഷ ചേച്ചി? ഉഷ ചേച്ചി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞെന്ന്. ഉഷ ചേച്ചി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞെന്ന്. ഓ അളിയാ, ഈ ഉഷ ചേച്ചി ഉണ്ടല്ലോ, മറ്റേ മഞ്ജു ചേച്ചിയുടെ അടുത്ത് പോയാണ് തയ്യല് പഠിച്ചത്. ആ തയ്യല് പഠിച്ചവരെയാണ് ചേച്ചി പറയണത് ഫാഷൻ ഡിസൈനിങ് എന്ന് പോലും മണ്ടി ഒരു തേങ്ങ അറിഞ്ഞൂടാ. പോടാ, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. പണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് ഉഷ ചേച്ചി അടുത്ത് പോയിരിക്കാറുണ്ട്. ഈ പഠിച്ചതൊക്കെ ഒന്നും കൂടെ പൊടി തട്ടിയെടുക്കാൻ. അതാകുമ്പോ വീട്ടിലിരുന്നും ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങും തുന്നലും പരിപാടിയൊക്കെ ചെയ്യാലോ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കല്ലൂസിന്റെ ജെട്ടിയിൽ ഒരു 3 തുള വീണിട്ടുണ്ടായിരുന്നു. ആ തുള ഒന്ന് തുന്നി എടുക്കാൻ പറ്റൂല്ലോ ചൂസിനെ? ചെയ്തെടുക്കാം, ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമ്പനി തന്നെ തുടങ്ങാമല്ലോ. ഏത് കമ്പനിയാളിയാ? ജട്ടിയിലെ ഓട്ടകൾ തുന്നി കൊടുക്കപ്പെടും ബൈ ലെച്ചൂസ്. പിന്നെന്താ, നമുക്ക് കമ്പനി തുടങ്ങാം. നല്ല ലാഭമുള്ള പരിപാടിയല്ലേ, നല്ല ബിസിനസ്സും ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ കമ്പനി തുടങ്ങാൻ എന്റെ കയ്യിൽ ചിക്കളില്ലാത്തത് കൊണ്ടേ സിദ്ധു ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സിദ്ധു ആണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ. പിന്നെ ഈ ഓട്ട തുന്നിയ ജെട്ടി എക്സ്പോർട്ട് ചെയ്യാനേ നീ ഉണ്ടല്ലോ. വേണമെങ്കിൽ നിന്റെ ഒരു പടവും വെച്ചു കൊടുക്കാം. അതെ, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടം. ഇങ്ങനെയുണ്ട്. ചിരിക്കുന്നില്ലേ? ചിരിക്കടാ, എടാ ചിരിക്കടാ. അല്ല, സാധാരണ ഇങ്ങനത്തെ നിലവാരം കുറഞ്ഞ കോമഡിക്കൊക്കെ നീ ചിരിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ചിരിക്കടാ സിദ്ധു, ചിരി നീ. കേശുവേ, ഈ കാണിക്കുന്ന ഭയങ്കര മോശം പരിപാടി കേട്ടാ. എന്തിനാടാ പാവം മഞ്ജു ചേച്ചിനെ ഇങ്ങനെ കളിയാക്കുന്നത്? നമുക്ക് അറിയാവുന്ന ചേച്ചിയല്ലേ. ഭയങ്കര മോശമാണ്. എന്നോടും കൂടിയാ സിദ്ധുവിന്റെ അടുത്തും കൂടെ. പിന്നെ ഇഞ്ചി തീർന്നിരിക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ മേടിച്ചോണ്ട് വരണേ. ഇഞ്ചി തീർന്നിരിക്കും. ചേച്ചി ഇഞ്ചി കടിച്ച കൊരകനെ പോലല്ലേ നിക്കണേ. ചേച്ചി ആ വായുതൊക്കെ എടുത്താ പോരെ ഇഞ്ചി. എന്റെ പൊന്ന് കേശേ, ചില സമയത്ത് നിന്റെ കോമഡി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. എടാ അളിയാ, നമ്മൾ ഇത്രയും അവളെ പ്രൊവോക്ക് ചെയ്തിട്ട് അവള് പ്രൊവോക്ഡ് ആവുന്നില്ലല്ലോ. സ്വന്തം ഭാര്യ നേരെ പോണ പിടിക്കല്ലേ? അതല്ല,